വെൽക്കം ബാക്ക് ടു എൻജോയ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ സമയം 12:10 ഓഗസ്റ്റ് 27 കേട്ടോ. ഇന്നത്തെ ദിനം ഒരു സ്പെഷ്യൽ ഡേ ആണ്, മറ്റൊന്നുമല്ല ഞാൻ പിറന്ന ദിവസം. അപ്പം അപ്പയും കൊച്ചും കൂടെ പോയിട്ട് കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഉണ്ടോ, പുള്ളി പാട്ട് സെലക്ട് ചെയ്യണമെന്ന് അറിയത്തില്ല, എന്തോ ഒരു പരിപാടിയിലാണ്, എന്താണെന്ന് അറിയത്തില്ല. രസമോടെ കേക്ക് കട്ട് ചെയ്യുന്നില്ലേന്ന് ഓർത്തിങ്ങനെ ഇരിക്കുന്നു. അതിൻ്റെ നോട്ടം മൊത്തം കേക്കിലാട്ടോ. ഉണ്ടോ, കട്ട് ചെയ്യാത്തതുകൊണ്ട് പുള്ളി വന്നിട്ട് തോണ്ടിയെടുക്കുന്നുണ്ട്. ഇതിനൊരു തീരുമാനമാക്കാൻ അല്ല ഹസ, കുറെ നേരമായി കൊച്ചു നോക്കിയിരിക്കുന്നു. ഇതിന് തീരുമാനം ആകുന്നില്ല, അതൊരു പുള്ളിക്കാരി പോയി തന്നെ തോണ്ടിയെടുക്കുക. കണ്ടോ മോനെ, എന്നാ മോനെ അത്? Happy birthday. Oh, thank you. അങ്ങനെയെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ രണ്ടുമൂന്ന് സെൽഫിയൊക്കെ എടുക്കും കേട്ടോ. പിന്നെ പാട്ടൊക്കെ സെറ്റാക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ടി വിയിൽ കേക്ക് കട്ടിങ് ചെയ്യുന്നതിന് മുമ്പ് പാട്ടൊക്കെ ഇട്ടിട്ട് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആൾ അത് അറേഞ്ച് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഹെസമോൾക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ട്, 12 മണി കഴിഞ്ഞില്ലേ. അങ്ങനെ വേഗം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേഗം കേക്ക് കട്ടിങ്ങിലേക്ക് പോവാം കേട്ടോ. Happy birthday, Amma. Happy birthday, Amma. Ini bukan? Amma happy birthday kunju. Amma mana? Ini bukan. Happy birthday. Thank you. Amma kunju berarti? അമ്മയ്ക്ക് തരുവോ? ഒന്ന് തരുവോ? Belum mau di happy birthday. Happy Thank birthday, you. Amma. Happy birthday. Thank you. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അപ്പയും മോളും കൂടെ പോയിട്ട് എനിക്കൊരു ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ. വളരെ ഹാപ്പി ആയിപ്പോയി കേട്ടോ. അത് ഹസമോളെ കൊണ്ട് ഇച്ചായും കുടിപ്പിക്കുവാണേ. ആള് ജസ്റ്റ് വലിയ ഹാപ്പി ആയിട്ട് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് തുറന്നു നോക്കുക കേട്ടോ. പക്ഷേ ഈ സാഹചര്യം ഭയങ്കര ഹാപ്പി ആട്ടോ. അപ്പയും മോളും കൂടെ കൊണ്ടൊരു ഗിഫ്റ്റ് തരിക എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു, അത് അവൾക്ക് മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ കാര്യങ്ങളൊക്കെ. അപ്പോൾ പറയുന്നതനുസരിച്ച് അവൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പൊ മേടിച്ച ഗിഫ്റ്റ് വിടൂടാ, അമ്മ നോക്കട്ടെ. അയ്യോ, അടിച്ച് പൊട്ടിക്കല്ലേ. കൊച്ചൊക്കെ കയ്യിലൊന്നും ഉണ്ടല്ലോ, പിന്നെ അതിനകത്തിനാണ്. അമ്മ എടുക്കട്ടെ, ഒന്നും സമ്മതിക്കത്തില്ല. അമ്മയ്ക്ക് ഇട്ട് തരുവോ? ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇച്ചാൻ എല്ലാം അറേഞ്ച് ചെയ്ത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിസ്സയും വേറെ എന്തോ ഒരു ഫാസ്റ്റ് ഫുഡാണ്, എനിക്ക് പേര് കറക്റ്റായിട്ട് അറിയത്തില്ല. അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റാക്കി കേക്കൊക്കെ കട്ട് ചെയ്ത് ഫുഡെല്ലാം കഴിച്ച് നമ്മൾ കിടക്കാൻ വേണ്ടി പോവാണേ. വളരെ ഹാപ്പിയായി തോന്നി കേട്ടോ. അൺഎക്സ്പെക്റ്റഡ്. എല്ലാ ഇയറിലും ഇച്ചാൻ ഇങ്ങനെ എപ്പോഴും മേടിക്കുന്നതാണ്, എന്നാലും ഓരോ മൂമെൻറ്റ് നമുക്ക് ഭയങ്കര സ്പെഷ്യലാണല്ലോ. സ്പെഷ്യൽ താങ്ക്സ് ഫോർ ഹെസമോൾ ആൻഡ് ഇച്ചായ.